നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 2 ഡീറ്റെയിൽഡ് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 2 റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്ന മുമ്പ് ദയവായി ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക കൂടി ചെയ്യുക. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ശരിയാണ്. കേരള പോലീസ് സേനയുടെ മേധാവി DGP എന്നറിയപ്പെടുന്നു. ശരിയാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അത് തെറ്റാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. ശ്രദ്ധിക്കുക. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേരള പോലീസുമായി സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാല് മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ളത് കേരള പോലീസിന്റെ ആപ്തവാക്യമാണ്. ശരിയാണ്. പോലീസ് സേനയുടെ മേധാവി ആരെന്ന് ചോദിച്ചാൽ അത് DGP ആണ്. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ PSC ഉത്തരപ്രകാരം 1ഉം 2ഉമാണ് ശരി. ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ നമുക്ക് കേരള പോലീസിനെ പറ്റി അല്പം ഒന്ന് പഠിക്കാം. കേരള പോലീസ് വകുപ്പ് കേരള സംസ്ഥാനത്തെ പ്രധാന നിയമനിർവഹണ വകുപ്പ് എന്നറിയപ്പെടുന്നത് കേരള പോലീസാണ്. കേരള സംസ്ഥാനത്തെ പ്രധാന നിയമ നിർവഹണ വകുപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരള പോലീസാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേരള പോലീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേന എന്നറിയപ്പെടുന്നത് കേരള പോലീസാണ്. പഠിച്ചോളനെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേന എന്നറിയപ്പെടുന്നത് ആരാ? കേരള പോലീസാണ്. നിയമസംഹിതയുടെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനം നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അത് കേരളമാണ്. പഠിച്ചോളനെ, നിയമസംഹിതയിലൂടെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനം നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. പുരാതന കാലത്തെ പോലീസ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികളാണ് അകംകൃതികൾ, പതിറ്റുപത്ത്, ചിലപ്പതികാരം. പഠിച്ചോളനെ, പുരാതന കാലത്തെ പോലീസ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ ഏതൊക്കെയാ? അകംകൃതികൾ, പതിറ്റുപത്ത്, അതുപോലെ ചിലപ്പതികാരം എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള സംസ്ഥാനത്തെ പ്രധാന നിയമ നിർവഹണ വകുപ്പ് എന്നറിയപ്പെടുന്നത് കേരള പോലീസാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേന എന്നറിയപ്പെടുന്നത് കേരള പോലീസാണ്. നിയമസംഹിതയിലൂടെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനം നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. പുരാതന കാലത്തെ പോലീസ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികളാണ് അകംകൃതികൾ, പതിറ്റുപത്ത്, ചിലപ്പതികാരം. ഈ കൃതികളിൽ കാവൽഭടൻ, കാവൽക്കാരൻ തുടങ്ങിയവരെ യാത്രക്കാരുടെ കച്ചവട സംഘങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് പ്രധാന പാതകൾ നിയമിച്ചതെന്നായി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ കൃതികളില് കാവൽഭടൻ അല്ലെങ്കിൽ കാവൽക്കാരൻ തുടങ്ങിയവർ എന്ത് ചെയ്യുന്നു? യാത്രക്കാരുടെയും അതുപോലെ തന്നെ കച്ചവട സംഘങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് പ്രധാന പാതകൾ നിയമിച്ചതായിട്ട് സൂചിപ്പിക്കുന്നു. കഞ്ചുകിൽ എന്നറിയപ്പെടുന്ന പ്രത്യേക കുറ്റാന്വേഷണ സംഘങ്ങൾ ഉണ്ടായിരുന്നതായി ചിലപ്പതികാരം കൃതികളിൽ പറയുന്നു. പഠിച്ചോളനെ, കഞ്ചുകിൽ എന്നറിയപ്പെടുന്ന പ്രത്യേക കുറ്റാന്വേഷണ സംഘങ്ങൾ ഉണ്ടായിരുന്നതായി ചിലപ്പതികാര കൃതികളില് പറയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ക്രമസമാധാന പരിപാലനത്തിനായി ഉപയോഗിച്ചിരുന്ന സേന അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു മറവപ്പട. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ക്രമസമാധാന പരിപാലനത്തിനായി ഉപയോഗിച്ചിരുന്ന സേന അറിയപ്പെടുന്ന പേരെന്താ? മറവപ്പട എന്നായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ് ആധുനിക പോലീസിന്റെ ഘടന രൂപീകൃതമാകുന്നത്. പഠിച്ചോളനെ, 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലാണ് ആധുനിക പോലീസിന്റെ ഘടന രൂപീകൃതമാകുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഈ കൃതികളിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കൃതികളില് കാവൽഭടൻ, കാവൽക്കാരൻ തുടങ്ങിയവരെ യാത്രക്കാരുടെയും കച്ചവട സംഘങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് പ്രധാന പാതകളിൽ നിയമിച്ചിരുന്നതായി സൂചിപ്പിക്കുന്നു. കഞ്ചുകിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രത്യേക കുറ്റാന്വേഷണ സംഘങ്ങൾ ഉണ്ടായിരുന്നതായി ചിലപ്പതികാരം കൃതികളിൽ പറയുന്നു. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ക്രമസമാധാന പരിപാലനത്തിനായി ഉപയോഗിച്ചിരുന്ന സേനയാണ് മറവപ്പട എന്ന പേരിൽ അറിയപ്പെട്ടത്. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ് ആധുനിക പോലീസിന്റെ ഘടന രൂപീകൃതമായത്. ഒളിവർ H. ബ്ലെൻസി 1881
തിരുവിതാംകൂർ സ്റ്റേറ്റ് പോലീസ് സൂപ്രണ്ടായി നിയമിതനായി. പഠിച്ചോളനെ. ഒളിവർ എച്ച് ബെൻസ്ലി 1881 തിരുവിതാംകൂർ സ്റ്റേറ്റ് പോലീസിന്റെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ടായി നിയമിതനായി. 1921 വില്യം എച്ച് പിറ്റ് തിരുവിതാംകൂറിന്റെ ആദ്യ കമ്മീഷണറായി മാറുകയും ചെയ്തു. 1921 വില്യം എച്ച് പിറ്റ് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ കമ്മീഷണറായി മാറി. 1939 പോലീസ് സംവിധാനം വലിയ രീതിയിൽ പുനഃസംഘടിപ്പിക്കുകയും പോലീസ് ഇൻസ്പെക്ടർ ജനറൽ എന്ന പുതിയ തസ്തിക സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പഠിച്ചോളനെ. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റിന്റെ ആദ്യ ഇൻസ്പെക്ടർ ജനറലായി ശ്രീ ഖാൻ ബഹദൂർ സയ്യിദ് അബ്ദുൽ കരീം സാഹിബ് സുഹ്രവാഡി നിയമിതനായി. പഠിച്ചോളനെ. തിരുവിതാംകൂർ സ്റ്റേറ്റിന്റെ ആദ്യത്തെ ഇൻസ്പെക്ടർ ജനറൽ ആയിട്ട് നിയമിതനായതാരാ? ശ്രീ ഖാൻ ബഹദൂർ സയ്യിദ് അബ്ദുൽ കരീം സാഹിബ് സുഹ്രാവഡി നിയമിതനായി. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായ വേളയിൽ തന്നെ കേരള പോലീസും പുനഃസംഘടിപ്പിക്കപ്പെട്ടു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന വേളയിൽ തന്നെ കേരള പോലീസും എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിക്കപ്പെട്ടു. 1960കളിലാണ് കേരള പോലീസ് ആക്ട് നിലവിൽ വന്നത്. 1960കളിലാണ് കേരള പോലീസ് ആക്ട് നിലവിൽ വന്നത്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ 1973 കോഴിക്കോട് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ 1973 നമ്മുടെ കോഴിക്കോട് ജില്ലയില് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. 1981 പോലീസ് വകുപ്പിന്റെ മേധാവിയുടെ സ്ഥാനപ്പേര് പോലീസ് ഡയറക്ടർ ജനറൽ അഥവാ DGP എന്ന് മാറ്റപ്പെട്ടു. ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചോളണേ. 1981 പോലീസ് വകുപ്പിന്റെ മേധാവിയുടെ സ്ഥാനപ്പേര് പോലീസ് ഡയറക്ടർ ജനറൽ അഥവാ DGP എന്ന് ആക്കി. കേരളത്തിലെ ആദ്യത്തെ പോലീസ് DGP ആയ വ്യക്തിയാണ് T അനന്തശങ്കര അയ്യർ. പഠിച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പോലീസ് DGP എന്നറിയപ്പെടുന്നത് ആരാ? അത് T അനന്തശങ്കര അയ്യരാണ്. ആരാണ്? T അനന്തശങ്കര അയ്യരാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഭക്രാം നങ്കൽ എന്ന് പറയുന്നത് സത്ലജ് നദി തന്നെയാണ്. ശരിയാണ്. ഹിരാക്കുട്ട് എന്ന് പറയുന്നത് മഹാനദി തന്നെയാണ്. ശരിയാണ്. അതുപോലെ തെഹരി ഡാം കൃഷ്ണ നദി തെറ്റാണ്. സർദാർ സരോവർ നർമ്മദാ നദിയാണ്. തെഹരി ഡാം അപ്പൊ എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയിലാണോ? അല്ല. അതെവിടെയാണ്? ഭഗീരഥി നദിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗീരഥി നദിയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ഇപ്പൊ ശരിയായേ. ഒന്നുകൂടി പറയാം. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ ജോഡി കണ്ടെത്താനാണ് രണ്ടാമത്തെ ചോദ്യം. ഭക്രാം നങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. തെഹരി ഡാം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഭഗീരഥി നദിയുടെ ഭാഗമായിട്ടാണ്. സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇവിടെ PSC കൊടുത്ത ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു. ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്തിലാണ് ജനിച്ചത്. ശരിയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. ശരിയാണ്. 1906 തത്വപ്രകാശിക എന്നൊരു വിദ്യാലയം ആര് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ വാഗ്ഭടാനന്ദ ഗുരുക്കൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1914 ശിവയോഗ വിലാസം മാസിക ആരംഭിച്ചു. അതും ശരി തന്നെയാണ്. 1914 ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിക്കുകയും ചെയ്തു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1, 2, 3 മാത്രമാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം സുഹൃത്തുക്കളെ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. ശരിയാണ്. 1914 ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചു. അതും ശരി തന്നെയാണ്. പഠിക്കുക. നമുക്ക് നോക്കാം വാഗ്ഭടാനന്ദ ഗുരുക്കളെ പറ്റി. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം പാട്യം, കണ്ണൂർ ജില്ല. വാഗ്ഭടാനന്ദ ജന്മസ്ഥലം എവിടെയാണ്? പാട്യം, കണ്ണൂർ ജില്ലയാണ്. ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. പഠിക്കുക. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം എന്താ സുഹൃത്തുക്കളെ? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അതുപോലെ തന്നെ ആത്മവിദ്യാ കാഹളം എന്ന മാസിക ആരംഭിച്ചത് ആരാ? അതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചതും ആര് തന്നെയാണ്?
വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങൾ ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളനെ. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. കവിതയുടെ പേരെന്താണ്? സ്വതന്ത്ര ചിന്താമണി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വാഗ്ഭടാനന്ദ ഗുരുക്കളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഭാട്യം, കണ്ണൂർ ജില്ല. ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം എന്താ? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിതാ സമാഹാരം അറിയപ്പെടുന്ന പേരാണ് സ്വതന്ത്ര ചിന്താമണി. ഊരാളുങ്കൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഊരാളുങ്കൽ കർഷക സംഘടന സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഇമ്പോർട്ടന്റ് ആണ്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. പഠിക്കുക. നമ്മുടെ 4ാമത്തെ ചോദ്യം, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. ശരിയാണ്. ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ. മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. ശരിയാണ്. മാപ്പിള റിവ്യൂ എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത്. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ ആണ്. ശരിയാണ്. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ ആണ്. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട് ആര്? വക്കം അബ്ദുൽ ഖാദർ. സ്വദേശാഭിമാനി എന്ന നാടകവും രചിച്ചിട്ടുണ്ട് ആരാ? വക്കം അബ്ദുൽ ഖാദർ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉത്തരവും ശരിയാണ്. 5ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഏതൊക്കെയാണ് ശരിയെന്നുള്ളത്. സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. ശരിയാണ്. സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയാണ് അല്ലെ. വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? EV രാമസ്വാമി നായ്ക്കറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ആ പറഞ്ഞിരിക്കുന്ന പോയിന്റും ശരി തന്നെയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിന്റെ ഭരണാധികാരി എന്നുള്ളത്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അത് ശരിയാണോ? അല്ല. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനം അല്ലായിരുന്നു. അതിനുള്ള കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അപ്പോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതൊക്കെയാണ്? നമ്മുടെ 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സവർണ ജാഥ ഇതിനോടനുബന്ധിച്ചാണ് നടന്നത്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിന്റെ ഭരണാധികാരി. ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റും ശരിയാണ്. ക്ഷേത്രപ്രവേശനമായിരുന്നോ സത്യാഗ്രഹികളുടെ ആവശ്യം? അല്ല. അതെന്തെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് മാസം 30-ാം തീയതി. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എത്രയാ? 1924 മാർച്ച് മാസം 30-ാം തീയതി. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കര്. ഇങ്ങനെ 3 പേരായിരുന്നു. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, അതുപോലെ ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ എന്നറിയപ്പെടുന്നത് TK മാധവൻ, KP കേശവമേനോനുമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ചോദിച്ചാൽ 2 വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാ? TK മാധവനും KP കേശവമേനോനുമായിരുന്നു. എന്നാൽ PSC ഇടയ്ക്ക് വെച്ച് മറ്റു നേതാക്കളെയും ചോദിച്ചിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ. അവരാരൊക്കെയാ? CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, കൂരൂർ നീലകണ്ഠ പിള്ള. ഇത്രയും പേരുടെ പേരൂടെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ TK മാധവനും KP കേശവമേനോനുമായിരുന്നു. എന്നാൽ മറ്റു നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ CV കുഞ്ഞിരാമനുണ്ട്, K കേളപ്പനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയുണ്ട്, അതുപോലെ തന്നെ കൂരൂർ നീലകണ്ഠ പിള്ളയുമുണ്ട്. ഇത്രയും വ്യക്തിത്വങ്ങളുടെ പേരൂടെ സുഹൃത്തുക്കളെ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തെറ്റായിട്ടുള്ള പോയിന്റ് ഒന്ന് ശരിയാക്കി പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയില് അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വെറുതെ ഒരു ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി മാത്രം നടന്ന സത്യാഗ്രഹമാണോ? അല്ല, നമ്മുടെ കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന അയിത്തത്തിനെതിരെ നടന്ന സത്യാഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാ? അത് വൈക്കം സത്യാഗ്രഹമാണ്. പഠിക്കുക. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായി ആയിരുന്നു. തെറ്റരുത്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാ സുഹൃത്തുക്കളെ? റാണി സേതു ലക്ഷ്മിഭായി ആയിരുന്നു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, പഠിച്ചോളനെ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അയിത്തത്തിനെതിരായി ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കിനട സമ്മേളനം. അയിത്തത്തിനെതിരായിട്ട് ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? അത് കാക്കിനട സമ്മേളനമായിരുന്നു. ഇതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ശരിയായ ഉത്തരം സതിഹിത ബോധിനിയാണ്. സതിഹിത ബോധിനിയാണ്. നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാനായിട്ടാണ് PSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. സതി എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ രാജാറാം മോഹൻ റോയിൽ മറിഞ്ഞു വീഴുമെന്നറിയാം. അതുകൊണ്ടാണ് PSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോ താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് എന്ന് ചോദിച്ചാൽ സതിഹിത ബോധിനി മാത്രമാണ്. അപ്പോ രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തുഫത്തുൽ മുഹാവിദ്ദീൻ, അതുപോലെ ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഈ 3 പുസ്തകങ്ങളും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നെന്താണ്? പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തുഫത്തുൽ മുവാഹിദ്ദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഈ 3 പുസ്തകങ്ങൾ സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയുടെ പേർഷ്യൻ ഭാഷയിലെ പത്രമാണ് മിറാത്തുൽ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. രാജാറാം മോഹൻ റോയുടെ പേർഷ്യൻ ഭാഷയുള്ള പത്രം അറിയപ്പെടുന്ന പേരെന്താ? മിറാത്തുൽ അക്ബർ എന്നാണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. പഠിച്ചോളനെ. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. രാജാറാം മോഹൻ റോയുടെ പ്രധാന പുസ്തകങ്ങളാണ് തുഫത്തുൽ മുഹാവിദ്ദീൻ, ജീസസിന്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. ഇത് 3ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. രാജാറാം മോഹൻ റോയുടെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാ? തുഫത്തുൽ മുഹാവിദ്ദീൻ, ജീസസിന്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി എന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. പഠിക്കുക. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണോ? അല്ല. എവിടെയാണത്? കാക്കനാടാണ്. പഠിച്ചോളനെ. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാടാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ശരിയാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്. കേരള ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടല്ല, അത് തൃശ്ശൂരാണ്. പഠിച്ചോളനെ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. കേരള ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ PSC ഉത്തരപ്രകാരം ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയുള്ളൂ? ഒന്ന്
ചോദിച്ചതിൽ കേരള ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ശരിയാണ്. അതുപോലെ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരും ശരിയായിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ PSC ഉത്തരം നൽകിയത്. അപ്പൊ ഇപ്പൊ തെറ്റുകളെല്ലാം തിരുത്തി നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ തന്നെയാണ്. കേരള ലളിത കലാ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തൃശ്ശൂരാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? അത് തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരത്താണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. പഠിച്ചോളനെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. മലയാളം മിഷൻ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. മലയാളം മിഷൻ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ, കണ്ണൂർ ജില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ചിറക്കൽ, കണ്ണൂർ ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനമാണെങ്കിൽ അതും തിരുവനന്തപുരം ജില്ല തന്നെയാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ്. മലയാളം മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ, കണ്ണൂർ ജില്ലയാണ്. നമ്മുടെ 8ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ്. നമുക്ക് നോക്കാം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയ് താലിം പദ്ധതി. ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്ന പേരെന്താ? നയ് താലിം പദ്ധതി എന്നാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം എന്നറിയപ്പെടുന്നത്. ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അനാസക്തി യോഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. അതും ശരി തന്നെയാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആയിരുന്നു. അത് നമ്മൾ പണ്ട് കാലത്ത് പഠിച്ചിരുന്ന പോയിന്റ് ആയിരുന്നു. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ആരായിരുന്നു? ബെൻ കിങ്സ്ലി ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ശരി തന്നെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താ? നയ് താലിം പദ്ധതി എന്നായിരുന്നു. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലായിരുന്നു. ഗാന്ധി സിനിമയിൽ ഗാന്ധിയുടെ വേഷം അഭിനയിച്ചത് ആരാണ്? ബെൻ കിങ്സ്ലി ആണ്. പഠിക്കുക. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്നുള്ളതാണ്. പഠിക്കുക. ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917. ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികളെ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. പക്ഷെ ഇനി നമുക്ക് തെറ്റില്ല. നമുക്ക് പഠിക്കാൻ ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ. ഗാന്ധിജി സത്യാഗ്രഹം ചെയ്തത് ചെമ്പിനകത്തിരുന്നാണെന്നങ്ങ് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗാന്ധിജി സത്യാഗ്രഹം ഇരുന്നത് എവിടെയാണ്? ചെമ്പിനകത്താണ്. ആ ചെമ്പ് കൊണ്ടുപോയത് 17 പേരാണെന്ന് പഠിക്കുക. ആ ചെമ്പ് തലയ്ക്ക് ചുമന്നോട് തിരിച്ചു പോയത് എത്ര പേരാണ്? 17 പേരാണെന്ന് പഠിക്കുക. അപ്പോൾ 1917 മഹാത്മാഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആരംഭിക്കുന്നു. എവിടെയാണ്? ചമ്പാരനില്. പഠിച്ചു വെക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം വർഷം 1918. പഠിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ചോദിക്കുന്നെങ്കിൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. വർഷം 1918. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ആണ്. PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ് ഇവ മൂന്നും. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാർ സംസ്ഥാനം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. പഠിച്ചോളണേ. ചമ്പാരൻ സത്യാഗ്രഹം നടന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാല് നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്നതാണ്.
അഹമ്മദാബാദ് മിൽ സമരം നടന്നതിന് കാരണം പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് 35% വേതന വർധനവിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതേയുള്ള 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം വ്യക്തമായിട്ട് പഠിക്കുക. അഹമ്മദാബാദ് മിൽ സമരം നടന്നതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് നൽകേണ്ട 35% വേതനം ബ്രിട്ടീഷുകാർ തടഞ്ഞു വെച്ചു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്നറിയപ്പെടുന്നത്. വർഷം 1918. മഹാത്മാഗാന്ധിജിയുടെ പ്രധാന സമരങ്ങള് 3 PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അത് 3 നമ്മൾ അങ്ങ് പഠിച്ചു വെക്കാൻ പോവാണ് കേട്ടോ. മഹാത്മാഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ പ്രധാനപ്പെട്ട 3 സമരങ്ങൾ PSCക്ക് ഇഷ്ടമുള്ള മേഖലയാണ്. ആ 3 സമരങ്ങൾ നമ്മൾ അങ്ങ് പഠിച്ചു വെക്കാൻ പോവുകയാണ്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം. ഇത് 3 ആരാണ് നടത്തിയതെന്ന് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം ഇതെല്ലാം നടത്തിയത് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ്. അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. CA പഠിച്ച ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചു എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇനി ഇത് 3 പഠിച്ച് മനസ്സ് നിൽക്കുന്നില്ല എന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. CA പഠിച്ച ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചു എന്നങ്ങ് പഠിക്കുക. C എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹം, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദാബാദ് മിൽ സമരം, ഗാന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാന്ധിജിയാണ്. ഖേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖേദ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം നടന്ന വർഷം 1918 തന്നെയാണ്. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1918 തന്നെയാണ്. ആ ഭാഗവും കൂടി സുഹൃത്തുക്കൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജി. ഗ്രാമസ്വരാജ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിജിയാണ്. പഠിക്കുക, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രാമം. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ അത് ഗ്രാമമാണ്. ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. എന്താണ്? ഹിന്ദു സ്വരാജ്. പഠിക്കുക, ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഏതാണ്? ഹിന്ദു സ്വരാജ്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിന്ദു സ്വരാജ് എന്നാണ്. സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്ന പേരാണ് ട്രസ്റ്റിഷിപ്പ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്നത് എന്താണ്? ട്രസ്റ്റിഷിപ്പ് എന്നാണ്. എന്തെന്നാണ്? ട്രസ്റ്റിഷിപ്പ് എന്നാണ്. പല ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രസ്റ്റിഷിപ്പ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മഹാത്മാഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. വർഷം 1937. പഠിച്ചോളനെ. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് വാർധാ പദ്ധതിയാണ്. വർഷം 1937. അപ്പോൾ അത് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവും അടുത്ത പോയിന്റ് പറയുമ്പോൾ. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് വാർധാ പദ്ധതി. വർഷം 1937. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈ താലീം പദ്ധതി. മറക്കരുത്, ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ അത് നൈ താലീം വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി അല്ല കേട്ടോ, വെറും വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് നൈ താലീം പദ്ധതിയാണ്. എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് വാർധാ പദ്ധതി. വർഷം 1937. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. പഠിച്ചോളുക. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ഒന്നുകൂടി പറയുവാണേ, ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളെ അടിസ്ഥാന യൂണിറ്റ് എന്ന് ചോദിച്ചാൽ അത് ഗ്രാമമാണ്. ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന പുസ്തകം ചോദിച്ചാൽ അത് ഹിന്ദു സ്വരാജ് ആണ്. എന്താണ്? ഹിന്ദു സ്വരാജ്. സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ പുതിയ ചിന്തയായ
ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്ന പേരാണ് ട്രസ്റ്റിഷിപ്പ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി. വർഷം 1937. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് നയി താലീം പദ്ധതിയാണ്. അതുപോലെ തന്നെ 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. പഠിക്കുക. 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ്. നമുക്ക് നോക്കാം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ജനീവ. തെറ്റാണ്. എവിടെയാണ്? ഫിലിപ്പീൻസിലെ മനിലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. ശരിയാണ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം. ശരിയാണ്. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ. ഇതും ശരി തന്നെയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് നമ്മളിപ്പോ ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി പഠിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി എന്ന് ചോദിച്ചാൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആയിരുന്നു ഇവിടെ തെറ്റ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ജനീവയല്ല. എവിടെയാണത്? ഫിലിപ്പീൻസിലെ മനിലയാണ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ ആണ്. പഠിക്കുക. സുഹൃത്തുക്കളെ, ഇത് നമുക്ക് കുറച്ച് അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ആസ്ഥാനവും പഠിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് LGS എന്നോ LDC എന്നോ ഡിഗ്രി ലെവൽ എന്നോ ഇല്ല. ഏതൊരു എക്സാമിനും PSC ചോദിക്കുന്ന മേഖലയാണ് അന്താരാഷ്ട്ര സംഘടനകളും ആസ്ഥാനങ്ങളും. നമുക്ക് നോക്കാം അന്താരാഷ്ട്ര സംഘടനകളും ആസ്ഥാനവും. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക്, USA. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക്, USA. യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അഥവാ യുനിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്, USA. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അഥവാ യുനിസെഫിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂയോർക്ക്, USA ആണ്. യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ ആസ്ഥാനം അത് ന്യൂയോർക്ക്, USA ആണ്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് അഥവാ UNFPA യുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂയോർക്ക്, USA തന്നെയാണ്. UN വനിതകളുടെ ആസ്ഥാനം ന്യൂയോർക്ക്, USA ആണ്. UN വനിതകളുടെ ആസ്ഥാനം ന്യൂയോർക്ക്, USA ആണ്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ അഥവാ UNSC യുടെ ആസ്ഥാനം ചോദിച്ചാൽ അതും ന്യൂയോർക്ക്, USA ആണ്. പഠിച്ചോളനെ. പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് നമ്മളിവിടെ പറഞ്ഞിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക്, USA. യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അഥവാ യുനിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്, USA ആണ്. യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് അഥവാ UNFPA യുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂയോർക്ക്, USA ആണ്. UN വനിതകളുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂയോർക്ക്, USA തന്നെയാണ്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ അഥവാ UNSC യുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂയോർക്ക്, USA തന്നെയാണ്. പഠിക്കുക. ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO യുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. പഠിച്ചോളനെ. ലോകാരോഗ്യ സംഘടന അഥവാ WHO യുടെ ആസ്ഥാനം ഏതാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാ? ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ലോക വ്യാപാര സംഘടന അഥവാ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ലോക കാലാവസ്ഥാ സംഘടന അഥവാ WMO യുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ലോക കാലാവസ്ഥാ സംഘടന അഥവാ WMO യുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന അഥവാ WIPO യുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന അഥവാ WIPO യുടെ ആസ്ഥാനം ചോദിച്ചാൽ ജനീവ, സ്വിറ്റ്സർലൻഡ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. UN എയ്ഡ്സിന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. പഠിച്ചോളെ. നമ്മുടെ HIV AIDS തന്നെയാണ്. UN എയ്ഡ്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അഥവാ IMO യുടെ ആസ്ഥാനം ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അഥവാ IMO യുടെ ആസ്ഥാനം ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം ആണ്. കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനം ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം ആണ്. കോമൺവെൽത്ത് ഓഫ് നേഷന്റെ ആസ്ഥാനം ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം അഥവാ UK ആണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ, UK ആണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ, UK ആണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്, ഫ്രാൻസ്.
മറ്റൊരു PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, പഠിക്കുക. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്, ഫ്രാൻസ് ആണ്. സാമ്പത്തിക സഹകരണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള സംഘടനയായ OECD ആസ്ഥാനം പാരീസ്, ഫ്രാൻസ് ആണ്. പഠിച്ചോളനെ, സാമ്പത്തിക സഹകരണ വികസനത്തിന് വേണ്ടിയുള്ള സംഘടനയായ OECD ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് പാരീസ്, ഫ്രാൻസ് ആണ്. യുണൈറ്റഡ് നേഷൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ UNIDO ആസ്ഥാനം വിയറ്റ്നാം, ഓസ്ട്രിയയാണ്. പഠിച്ചോളനെ, യുണൈറ്റഡ് നേഷൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ UNIDO ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിയറ്റ്നാം, ഓസ്ട്രിയയാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അഥവാ IAEA ആസ്ഥാനം വിയറ്റ്നാം, ഓസ്ട്രിയയാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയായ IAEA ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിയറ്റ്നാം, ഓസ്ട്രിയയാണ്. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പേക്കിന്റെ ആസ്ഥാനം വിയറ്റ്നാം, ഓസ്ട്രിയയാണ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയി ചോദിച്ചതാണ്. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായിട്ടുള്ള ഒപ്പേക്കിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിയറ്റ്നാം, ഓസ്ട്രിയയാണ്. സുഹൃത്തുക്കൾ പഠിച്ചു. അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF ആസ്ഥാനം ചോദിച്ചാൽ അത് വാഷിംഗ്ടൺ DC, USA ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? വാഷിംഗ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ് അഥവാ USA ആണ്. ലോക ബാങ്ക് ഗ്രൂപ്പ് അഥവാ WBG ആസ്ഥാനം ചോദിച്ചാൽ അത് വാഷിംഗ്ടൺ DC, USA ആണ്. ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC എവിടെയാണ്? USA ആണ്. ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവ, സ്വിറ്റ്സർലൻഡ്. ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ FIO ആസ്ഥാനം റോം, ഇറ്റലിയാണ്. ചോദിച്ചിട്ടുണ്ട്, പഠിച്ചോളനെ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അഥവാ FAO ആസ്ഥാനം ചോദിച്ചാൽ അത് റോം, ഇറ്റലിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം ആണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം ആണ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം ബേൺ, സ്വിറ്റ്സർലൻഡ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാ? ബേൺ, സ്വിറ്റ്സർലൻഡ് ആണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അഥവാ ആസിയന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജക്കാർത്തയാണ്. പഠിച്ചോളനെ, ജക്കാർത്ത എവിടെയാ? ഇന്തോനേഷ്യയിലാണ് കേട്ടോ. അപ്പോ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അഥവാ ആസിയന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജക്കാർത്ത, ഇന്തോനേഷ്യയാണ്. പഠിക്കുക. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണം അഥവാ അപെക്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ക്വീൻസ് ടൗൺ, സിംഗപ്പൂർ ആണ്. പഠിച്ചോളനെ, ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണത്തിന്റെ അഥവാ അപെക്കിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്വീൻസ് ടൗൺ എവിടെയാണ്? സിംഗപ്പൂരാണ്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ബെർലിൻ, ജർമ്മനി. പുതിയ പോയിന്റ് ആണ്, പഠിച്ചോളനെ. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ബെർലിൻ, ജർമ്മനിയാണ്. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയുടെ ആസ്ഥാനം അബുദാബി, UAE ആണ്. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? അബുദാബി, UAE ആണ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷന്റെ ആസ്ഥാനം കാഠ്മണ്ഡു, നേപ്പാൾ ആണ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ? കാഠ്മണ്ഡു, നേപ്പാൾ ആണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ ആസ്ഥാനം ജിദ്ദ, സൗദി അറേബ്യ. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിദ്ദ, സൗദി അറേബ്യ ആണ്. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷന്റെ ആസ്ഥാനം പ്ലെയിൻ, മൗറിഷ്യസ് ആണ്. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് പ്ലെയിൻ, മൗറിഷ്യസ് ആണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഗ്ലാൻസ്, സ്വിറ്റ്സർലൻഡ് ആണ്. പഠിച്ചോളനെ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആസ്ഥാനം അഥവാ WWF ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണത്? അത് ഗ്ലാൻസ്, സ്വിറ്റ്സർലൻഡ് ആണ്. എവിടെയാണ്? ഗ്ലാൻസ്, സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അഥവാ IUPAC ആസ്ഥാനം ചോദിച്ചാൽ അത് നോർത്ത് കരോലിനയാണ്. സുഹൃത്തുക്കൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരാം, ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്ത് തരാം. നമ്മുടെ ഈ IUPAC എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വിറ്റ്സർലൻഡിന്റെ ഭാഗമായിട്ടുള്ള സൂറിച്ചിലാണ് കേട്ടോ. എവിടെയാണ്? നമ്മുടെ സ്വിറ്റ്സർലൻഡിന്റെ ഭാഗമായിട്ടുള്ള സൂറിച്ചിലാണ് എന്ത് IUPAC എന്ന് പറയുന്നത്
രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ IUPACയുടെ സെക്രട്ടേറിയറ്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ എന്ത് പറയാനുള്ളത്? നോർത്ത് കരോലിന USA പറയാനുള്ളത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അഥവാ IUPACയുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രദേശം എവിടെയെന്ന് ചോദിച്ചാൽ, എവിടെയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ്. എന്നാൽ നേരെ തിരിച്ച് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയുടെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് കരോലിന USA ആണ്. അപ്പൊ ഈ രണ്ടും ഉത്തരമായിട്ട് വരാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് രണ്ടും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. രാസായുധ നിരോധനത്തിനുള്ള സംഘടന ഹേഗ്, നെതർലൻഡ്സ്. രാസായുധ നിരോധനത്തിനുള്ള സംഘടന ഹേഗ്, നെതർലൻഡ്സ് ആണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം ലൊസാനെ, സ്വിറ്റ്സർലൻഡ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ലൊസാനെ, സ്വിറ്റ്സർലൻഡ് ആണ്. പഠിക്കുക. UN ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അഥവാ UNDRR ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അഥവാ ICAOയുടെ ആസ്ഥാനം മോൺട്രിയൽ, കാനഡയാണ്. പഠിച്ചോളനെ. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അഥവാ ICAOയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് മോൺട്രിയൽ, കാനഡയാണ്. ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി അഥവാ UNDPയുടെ ആസ്ഥാനം ന്യൂയോർക്ക്, USA ആണ്. ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയായിട്ടുള്ള UNDPയുടെ ആസ്ഥാനം എവിടെയാ? ന്യൂയോർക്ക്, USA ആണ്. കാർഷിക വികസനത്തിനുള്ള അന്താരാഷ്ട്ര ഫണ്ട് അഥവാ IFADയുടെ ആസ്ഥാനം റോം, ഇറ്റലിയാണ്. കാർഷിക വികസനത്തിനുള്ള അന്താരാഷ്ട്ര ഫണ്ടായിട്ടുള്ള IFADയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് റോം, ഇറ്റലിയാണ്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ അഥവാ ITUവിന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ അഥവാ ITUവിന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ അഥവാ UNWTOയുടെ ആസ്ഥാനം മാഡ്രിഡ്, സ്പെയിൻ ആണ്. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ, അതിനെ WTO എന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? മാഡ്രിഡ്, സ്പെയിൻ ആണ്. എവിടെയാണ്? മാഡ്രിഡ്, സ്പെയിൻ ആണ്. യുണൈറ്റഡ് നേഷൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോ, ജപ്പാൻ ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. യുണൈറ്റഡ് നേഷൻസിന്റെ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ടോക്കിയോ, ജപ്പാനിലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ICJയുടെ ആസ്ഥാനം ഹേഗ്, നെതർലൻഡ്സ് ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയായിട്ടുള്ള ICJയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഹേഗ്, നെതർലൻഡ്സ് ആണ്. യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. UN ഹാബിറ്റാറ്റിന്റെ ആസ്ഥാനം നെയ്റോബി, കെനിയയാണ്. UN ഹാബിറ്റാറ്റിന്റെ ആസ്ഥാനം നെയ്റോബി, കെനിയയാണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ WFPയുടെ ആസ്ഥാനം റോം, ഇറ്റലിയാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ WFPയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് റോം, ഇറ്റലിയാണ്. പഠിക്കുക. നമ്മുടെ 10ാമത്തെ ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ആരാ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്ദുൽ കലാം ആസാദ് ആണ് അല്ലെ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാ? അബ്ദുൽ കലാം ആസാദ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളും അവരുടെ പുസ്തകങ്ങളും പഠിക്കാം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. സ്വാതന്ത്ര്യ സമര സേനാനികളും അവരുടെ പുസ്തകങ്ങളും മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങളാണ്. യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ, ഹിന്ദു സ്വരാജ്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. പഠിച്ചു വെച്ചോളനെ. സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ, ഹിന്ദു സ്വരാജ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ബാലഗംഗാധര തിലകിന്റെ പുസ്തകങ്ങളാണ് കേസരി, മറാത്ത, ഗീതാരഹസ്യം, കർമ്മയോഗ ശാസ്ത്രം, ഓറിയോൺ അഥവാ വേദങ്ങളുടെ പ്രാചീനത്തെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ, വേദങ്ങളിലെ ആർട്ടിക് ഹോം, ഇത്രയും ബാലഗംഗാധര തിലകന്റെ പുസ്തകങ്ങളാണ്. കേസരി, മറാത്ത, ഗീതാരഹസ്യം അല്ലെങ്കിൽ കർമ്മയോഗ ശാസ്ത്രം, ഓറിയോൺ വേദങ്ങളുടെ പ്രാചീനതയെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ, വേദങ്ങളുടെ ആർട്ടിക് ഹോം അതായത് വേദാസ് ആർട്ടിക് ഹോം, ഇത്രയുമാണ് ബാലഗംഗാധര തിലകിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. പഠിച്ചു വെക്കുക. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ഇന്ത്യയെ കണ്ടെത്തൽ, ലോക ചരിത്രത്തിന്റെ കാഴ്ചകൾ, മേരി കഹാനി. പഠിച്ചോളെ. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ഇന്ത്യയെ കണ്ടെത്തുക, ലോക ചരിത്രത്തിന്റെ കാഴ്ചകൾ, മേരി കഹാനി എന്നിവ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പുസ്തകങ്ങളാണ് അൽ ഹിലാൽ, ഇന്ത്യ വിൻസ് ഫ്രീഡം, ഗുബാരെ ഖാദിർ. പഠിച്ചോളെ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാ? അൽ ഹിലാൽ, ഇന്ത്യ വിൻസ് ഫ്രീഡം, ഗുബാരെ ഖാദിർ എന്നിവ. ലാല ലജ്പത് റായിയുടെ പുസ്തകങ്ങളാണ് അസന്തുഷ്ടമായ ഇന്ത്യ, ഇംഗ്ലണ്ടിന്റെ ഇന്ത്യയോടുള്ള കടപ്പാട്,
ആര്യ സമാജം, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, എ ഹിന്ദു ഇംപ്രഷൻ ആൻഡ് എ സ്റ്റഡി, എന്റെ നാടുകടത്തലിന്റെ കഥ, ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ. ഇത്രയും പുസ്തകങ്ങൾ പഠിച്ചോളേ. ലാലാ ലജ്പത് റായിയുടെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? അസന്തുഷ്ടമായ ഇന്ത്യ, ഇംഗ്ലണ്ടിന്റെ ഇന്ത്യയോടുള്ള കടപ്പാട്, ആര്യ സമാജം, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, എ ഹിന്ദു ഇംപ്രഷൻ ആൻഡ് എ സ്റ്റഡി, എന്റെ നാടുകടത്തലിന്റെ കഥ, ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ എന്നിവ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ കാൽക്കൽ ഇന്ത്യ വിഭജിച്ചു, ചമ്പാരനിൽ സത്യാഗ്രഹം. പഠിച്ചോളണേ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധിയുടെ കാൽക്കൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു, ചമ്പാരനിൽ സത്യാഗ്രഹം എന്നിവ. ലാലാ ഹർദയാലിന്റെ പുസ്തകമാണ് സ്വയം സംസ്കാരത്തിനുള്ള സൂചനകൾ എന്നത്. ലാലാ ഹർദയാലിന്റെ പുസ്തകമാണ് സ്വയം സംസ്കാരത്തിന്റെ സൂചനകൾ എന്നുള്ള പുസ്തകം. സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി ഒരു രാഷ്ട്രം നിർമ്മിക്കുന്നു. സുരേന്ദ്രനാഥ ബാനർജിയുടെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ബംഗാളിയും ഒരു രാഷ്ട്രം നിർമ്മിക്കുന്നതുമെന്നാണ് പഠിക്കുക. ഭഗത് സിംഗിന്റെ പുസ്തകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വൈ ഐ ആം ആൻ എത്തീസ്റ്റ്. പഠിച്ചോളണേ. ഭഗത് സിംഗിന്റെ പുസ്തകം എന്താണ്? വൈ ഐ ആം ആൻ എത്തീസ്റ്റ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പുസ്തകങ്ങളാണ് ഗീതാഞ്ജലി, ഹോം ആൻഡ് ദ വേൾഡ്, ഗോര, ഹംഗ്രി സ്റ്റോൺസ്, ചണ്ടാളിക, വിസർജൻ, ദ പോസ്റ്റ് ഓഫീസ്, ചോക്കർ ബാലി, കാബൂളിവാല, മൈ റെമീൻസെൻസ്, ദ ക്രസന്റ് മൂണ്, ലെറ്റർ ഫ്രം റഷ്യ. ഇത്രയും പഠിച്ചു വെച്ചോളണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പുസ്തകങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഗീതാഞ്ജലി, ഹോം ആൻഡ് ദ വേൾഡ്, ഗോര, ഹംഗ്രി സ്റ്റോൺസ്, ചണ്ടാളിക, വിസർജൻ, ദ പോസ്റ്റ് ഓഫീസ്, ചോക്കർ ബാലി, കാബൂളിവാല, മൈ റെമീസെൻസസ്, ദ ക്രസന്റ് മൂണ്, ലെറ്റർ ഫ്രം റഷ്യ എന്നിവയാണ് പഠിക്കുക. മദൻ മോഹൻ മാളവിയുടെ പുസ്തകങ്ങളാണ് അഭ്യുദയ്, ഹിന്ദുസ്ഥാൻ ലീഡർ. മദൻ മോഹൻ മാളവിയുടെ പുസ്തകങ്ങളാണ് അഭ്യുദയ്, ഹിന്ദുസ്ഥാൻ ലീഡർ എന്നിവ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പുസ്തകമാണ് നേഷൻ എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പുസ്തകം ഏതാ? നേഷൻ എന്നുള്ളത്. കേശവചന്ദ്രസെന്റെ പുസ്തകമാണ് ഇന്ത്യൻ മിററും വാം ബോധിനിയും. പഠിച്ചോളണേ. കേശവചന്ദ്രസെന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യൻ മിററും വാം ബോധിനിയുമാണ്. ദീനബന്ധു മിത്രയുടെ പുസ്തകമാണ് നീൽ ദർപ്പൺ. എപ്പോഴും ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദീനബന്ധു മിത്രയുടെ പുസ്തകം ഏതാണ്? നീൽ ദർപ്പൺ ആണ്. മുഹമ്മദ് ഇക്ബാലിന്റെ പുസ്തകമാണ് തരണി ഹിന്ദു, ബാങ്ക് ധാര. പഠിച്ചോളണേ. മുഹമ്മദ് ഇക്ബാലിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? തരണി ഹിന്ദുവും അതുപോലെ തന്നെ ബാങ്ക് ധാരയുമാണ്. ആനി ബസന്റിന്റെ പുസ്തകങ്ങളാണ് കോമൺവീല്, ന്യൂ ഇന്ത്യ, ദ ഏഷ്യന്റ് വിസ്ഡം, മൈ പാത്ത് ടു എത്തിസം. ഇത്രയും പഠിച്ചു വെച്ചോളണം. ആനി ബസന്റിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാ? കോമൺവീല്, ന്യൂ ഇന്ത്യ, ദ ഏഷ്യന്റ് വിസ്ഡം, മൈ പാത്ത് ടു എത്തിസം. ഇത്രയുമാണ് നമ്മുടെ ആനി ബസന്റിന്റെ പുസ്തകങ്ങൾ. സുഭാഷ് ചന്ദ്രബോസിന്റെ പുസ്തകങ്ങളാണ് ഇന്ത്യ സ്ട്രഗിളും ആൻഡ് ഇന്ത്യൻ പിൽഗ്രിംസും. ഇത് രണ്ടും പ്രീവിയസ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളുക. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ ഏതാ? ഇന്ത്യ സ്ട്രഗിളും അതുപോലെ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിംസുമാണ്. പഠിച്ചു വെക്കുക. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പുസ്തകങ്ങളാണ് അൻഹിലേഷൻ ഓഫ് കാസ്റ്റ്, ദ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, റിഡിൽസ് ഇൻ ഹിന്ദുസം, ഹു വി ആർ ശൂദ്രാസ്. ഇത്രയും പുസ്തകങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. പഠിക്കുക. ബി ആർ അംബേദ്കറിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? അൻഹിലേഷൻ ഓഫ് കാസ്റ്റ്, ദ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, റിഡിൽസ് ഇൻ ഹിന്ദുസം, ഹു ആർ ശൂദ്രാസ്. ഇത്രയും പുസ്തകങ്ങൾ പഠിച്ചു വെക്കുക. സരോജിനി നായിഡുവിന്റെ പുസ്തകങ്ങളാണ് ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ഫെദർ ഓഫ് ദ ഡൗൺ. ഇത്രയും പഠിച്ചോളണേ. സരോജിനി നായിഡുവിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ഫെദർ ഓഫ് ഡൗൺ എന്നുള്ളത്. ലാല ഹർദയാലിന്റെ പുസ്തകങ്ങളാണ് ഹിൻസ് ഫോർ സെൽഫ് കൾച്ചർ, ഗിംസസ് ഓഫ് വേൾഡ് റിലീജിയൻസ്. ഈ ഗിംസസ് ഓഫ് വേൾഡ് റിലീജിയൻസ് ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവല്, അതുകൊണ്ട് പഠിച്ചോളണം. ലാല ഹർദയാലിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഹിൻസ് ഫോർ സെൽഫ് കൾച്ചറും അതുപോലെ ഗിംബൽസ് ഓഫ് വേൾഡ് റിലീജിയൻസുമാണ്. MG റാനഡയുടെ പുസ്തകമാണ് റിലീജിയസ് ആൻഡ് സോഷ്യൽ റീഫോം, എ കളക്റ്റീവ് എസ്സേ ആൻഡ് സ്പീച്ചസ്, എസ്സേ ഓൺ ഇന്ത്യൻ എക്കണോമിക്സ്, റൈസസ് ഓഫ് ദ മറാത്ത പവർ. പഠിച്ചോളനെ. ഇത്രയും ഇമ്പോർട്ടന്റ് പുസ്തകങ്ങളാണ്. MG റാനഡയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമുക്കൊന്ന് പഠിക്കാം സുഹൃത്തുക്കളെ. അവ ഏതൊക്കെയാണ്? റിലീജിയസ് ആൻഡ് സോഷ്യൽ റീഫോം, എ കളക്ഷൻ ഓഫ് എസ്സേ ആൻഡ് സ്പീച്ചസ്, എസ്സേ ഓൺ ഇന്ത്യൻ എക്കണോമിക്സ്, റൈസസ് ഓഫ് മറാത്ത പവർ. പഠിച്ചോളനെ. MG റാനഡയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? റിലീജിയസ് ആൻഡ് സോഷ്യൽ റീഫോം, എ കളക്ഷൻ ഓഫ് എസ്സേ ആൻഡ് സ്പീച്ചസ്, എസ്സേ ഓൺ ഇന്ത്യൻ എക്കണോമിക്സ്, റൈസ് ഓഫ് ദി മറാത്ത പവർ. ഇത്രയും കൂടെ സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നംച പർവ്വതയാണ് കേട്ടോ. മറക്കരുത്.
ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ആരാണ്? അത് നംച പർവ്വ അല്ലെങ്കിൽ നമച്ച പർവ്വയാണ് കേട്ടോ. ഹിമാലയത്തിന്റെ പ്രാദേശിക ഡിവിഷൻസിനെ നമുക്കൊന്ന് പഠിക്കാം സുഹൃത്തുക്കളെ. ഇമ്പോർട്ടന്റ് ആണ് ഹിമാലയത്തിന്റെ പ്രാദേശിക ഡിവിഷൻസ്. പഞ്ചാബ് ഹിമാലയം പടിഞ്ഞാറ് സിന്ധു നദിക്കും കിഴക്ക് സത്ലജ് നദിക്കും ഇടയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രണ്ട് നദികൾ നമ്മളിവിടെ പറഞ്ഞേ. ആരൊക്കെയാ പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള നദികൾ? ഒന്ന് ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സിന്ധു നദിയും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള സത്ലജ് നദിക്കും ഇടയിൽ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് പഞ്ചാബ് ഹിമാലയം എന്ന്. ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അതിനാൽ തന്നെ കാശ്മീർ ഹിമാചൽ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നത് ആരാണ്? പഞ്ചാബ് ഹിമാലയമാണ്. തെറ്റിപ്പോവല്ലേ. ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗവും ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗത്തിനുള്ളിലുമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ കാശ്മീർ ഹിമാചൽ ഹിമാലയം എന്ന പേരില് വിളിക്കപ്പെടുന്നു. കാരക്കോറം, പീർപാഞ്ചൽ, ലഡാക്ക്, സസ്കർ, ധൗലാധർ എന്നീ മലനിരകൾ കാണപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പോണേ. കാരക്കോറം, പീർപാഞ്ചൽ, ലഡാക്ക്, സസ്കർ, ധൗലാധർ എന്നീ മലനിരകൾ കാണപ്പെടുന്നത് ആരുടെ ഭാഗമാ? ഈ പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും കിടക്കുന്നത് ഏതിലാ? പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് കാരക്കോറവും പീർപാഞ്ചലും ലഡാക്കും സസ്കറും ധൗലാധറും ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായാണ്. ഉയർന്ന മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, അഗാധമായ മലയിടുക്കുകൾ, ഉയർന്ന പർവ്വതനിരകൾ എന്നിവ കാണപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായാണ്. ഉയർന്ന മഞ്ഞുമൂടിയ പർവ്വതങ്ങള്, അഗാധമായ മലയിടുക്കുകള്, ഉയർന്ന പർവ്വതനിരകൾ എന്നിവ കാണപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയത്തിന്റെ ഭാഗമായാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കുമയോൺ ഹിമാലയം. ഏതാണ്? കുമയോൺ ഹിമാലയം. പടിഞ്ഞാറ് സത്ലജ് നദി മുതൽ കിഴക്ക് കാളി നദി വരെയാണ് ആര് കാണപ്പെടുന്നത്? കുമയോൺ ഹിമാലയം കാണപ്പെടുന്നത്. അപ്പോൾ കുമയോൺ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് പ്രധാനപ്പെട്ട നദികൾ പറഞ്ഞു. പടിഞ്ഞാറ് ഭാഗത്ത് സത്ലജ് നദിയും ഏറ്റവും കിഴക്കേ ഭാഗത്തായിട്ട് കാളി നദിയും കാണപ്പെടുന്നു. ഇതിനിടയിൽ കാണപ്പെടുന്ന ഹിമാലയ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് കുമയോൺ ഹിമാലയം എന്ന്. പടിഞ്ഞാറ് ഗർവാൾ ഹിമാലയം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. പടിഞ്ഞാറ് ഗർവാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ആരാണ്? കുമയോൺ ഹിമാലയമാണ്. കാശ്മീർ ഹിമാലയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രദേശം കൂടുതൽ ഉയർന്നതായി കാണപ്പെടുന്നു. കാശ്മീർ ഹിമാലയവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രദേശം കൂടുതൽ ഉയർന്നതായിട്ട് കാണപ്പെടുന്നു. നന്ദാദേവി, തൃശൂല്, കേദാർനാഥ്, ധുനഗിരി, കാമത്ത്, ബദരിനാഥ് തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന കൊടുമുടികളാണ്. പഠിച്ചോളേ. കുമയൂൺ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? നന്ദാദേവി, തൃശൂല്, കേദാർനാഥ്, ധുനഗിരി, കാമത്ത്, ബദരിനാഥ് എന്നിവയാണ് കുമയൂൺ ഹിമാലയത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കൊടുമുടികള്. നൈനിറ്റാൾ, റാണിഖേത്, അൽമോറ തുടങ്ങിയ പ്രധാന ഹിൽ സ്റ്റേഷനുകൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമയൂൺ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ്. നൈനിറ്റാള്, അതുപോലെ റാണിഖട്ട് അല്ലെങ്കിൽ റാണിഖേത് എന്ന് നമ്മൾ പറയും, അതുപോലെ അൽമോറ തുടങ്ങിയ പ്രധാന ഹിൽ സ്റ്റേഷനുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കുമയൂൺ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ്. പഠിക്കുക. അടുത്തതാണ് നേപ്പാൾ ഹിമാലയം. ഏതാണ്? നേപ്പാൾ ഹിമാലയം. പടിഞ്ഞാറ് കാളി നദി മുതൽ കിഴക്ക് ടീസ്റ്റ നദി വരെ നീണ്ടു കിടക്കുന്നതാണ് നേപ്പാൾ ഹിമാലയം. പടിഞ്ഞാറ് കാളി നദി മുതൽ കിഴക്ക് ടീസ്റ്റ നദി വരെ നീണ്ടു കിടക്കുന്നതാണ് നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് നദികൾ ഏതാ? നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗം. പടിഞ്ഞാറേ ഭാഗത്ത് കാളി നദിയുണ്ട്, ഏറ്റവും കിഴക്ക് വശത്ത് ആരുണ്ട്? ടീസ്റ്റ നദിയുണ്ട്. ഇതിനെയാണ് നേപ്പാൾ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വിഭാഗത്തിലെ ഭൂരിഭാഗവും നേപ്പാളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നേപ്പാൾ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ നേപ്പാൾ ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവനെ നമ്മൾ നേപ്പാൾ ഹിമാലയം എന്ന പേരിൽ വിളിക്കുന്നത്. എവറസ്റ്റ്, കാഞ്ചൻജംഗ, ധൗലാഗിരി തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത് നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്. എവറസ്റ്റ്, കാഞ്ചൻജംഗ, ധൗലാഗിരി തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത് നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമായാണ്. പ്രസിദ്ധമായ കാഠ്മണ്ഡു താഴ്വര ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചോളനെ. പ്രസിദ്ധമായ കാഠ്മണ്ഡു താഴ്വര സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം പറയാം സുഹൃത്തുക്കളെ. നേപ്പാൾ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് എവറസ്റ്റ് തന്നെയാണ്. യാതൊരു തർക്കവുമില്ല.
നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. അടുത്തതാണ് നമുക്ക് ഇപ്പോ ചോദിച്ച ചോദ്യം, ആസാം ഹിമാലയമാണ്. അപ്പൊ എന്തെന്ന് നമുക്ക് നോക്കാം. പടിഞ്ഞാറ് ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ മേഖലയാണ് ആസാം ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആസാം ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാ സുഹൃത്തുക്കളെ? രണ്ടു പ്രധാനപ്പെട്ട നദികൾക്കിടയിലാണ്. ഏതൊക്കെയാണ്? ഒന്ന് പടിഞ്ഞാറ് ടീസ്റ്റ നദിയും അതുപോലെ തന്നെ കിഴക്കാരാണ് ബ്രഹ്മപുത്ര നദിയും കൂടെ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള പ്രദേശം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആസാം ഹിമാലയം എന്ന്. ഇന്ത്യയിൽ ഇത് ആസാം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ആസാം ഹിമാലയം നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ നമ്മുടെ ആസാം സംസ്ഥാനത്തും അതുപോലെ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടും സ്ഥിതി ചെയ്യുന്നു. നേപ്പാൾ ഹിമാലയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മേഖലയ്ക്ക് ഉയരം വളരെ കുറവാണ്. പഠിച്ചോളനെ, നേപ്പാൾ ഹിമാലയവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആസാം ഹിമാലയത്തിന് ഉയരം വളരെ കുറവാണ്. ഹിമാലയം അരുണാചൽ പ്രദേശിന്റെ തെക്ക് ഭാഗത്തേക്ക് പെട്ടെന്ന് തിരിയുന്നു. അതിനാൽ ആസാം ഹിമാലയ മേഖലയിൽ പർവ്വതനിരകൾ വടക്ക് തെക്ക് ദിശയിലായി ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. വേറൊന്നുമില്ല സുഹൃത്തുക്കളെ, ഹിമാലയം ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് വശത്തൂടെ കടന്നുപോയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? ഇങ്ങനെയൊന്ന് തിരിയും. ഈ തിരിവിനെ നമ്മൾ സിൻഡാക്സിയൽ ബെൻഡ് എന്ന പേരിലൊക്കെ വിളിക്കും. അത് നമുക്ക് വിശദമായിട്ട് ഡിഗ്രി ലെവലിൽ പഠിച്ചാൽ മതി. ഈ പ്രദേശത്തെ പ്രമുഖ കൊടുമുടികൾ ഉൾപ്പെടുന്നത് നംച ബർവ, ഗ്യാലാപെരി, കെങ്ടോ, നൈഗി, ക്യാൻസാങ്. പഠിച്ചോളനെ, ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട, അതായത് ആസാം ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാണ്? നംച ബർവ, ഗ്യാലാപെരി, കെങ്ടോ, നൈഗി, ക്യാൻസാങ് എന്നിവയാണ്. ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നംച ബർവയാണ്. ഇതാണ് ചോദിച്ചത്. ഈ പ്രദേശത്ത്, അതായത് ആസാം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നംച ബർവയാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 2ന്റെ പാർട്ട് 1 ഡീറ്റെയിൽഡ് റിലേറ്റഡ് ഫാക്ട്സ്. സുഹൃത്തുക്കളെ, അല്പം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ 10 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്ത് പോകുന്നത്. സുഹൃത്തുക്കൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം കവർ ചെയ്യുന്നതാണ്. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.